ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. LGS പരീക്ഷയ്ക്കുള്ള പരിശീലന ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി? രാജാറാം മോഹൻ റോയ്. സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ഗേൽ ഓംവെറ്റ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണമടഞ്ഞ ദേശീയ നേതാവ്? ലാല ലജ്പത് റായ്. ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം? ജുനഗഡ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായ ഫസൽ അലി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം? 3. ISRO സ്ഥാപിതമായ വർഷം? 1969. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി? SN അഗർവാൾ. 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം? 14. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം? ഗോവ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട്? ക്വാ വാറന്റോ. നിലവിലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? തുഷാർ മേത്ത. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടാത്ത വിഷയം? പകർച്ചവ്യാധി തടയൽ. കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം? 2014. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം? മിസോറാം. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമല്ലാത്തതേത്? ഗോതമ്പ്. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങൾ? കണ്ടൽ കാടുകൾ. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി? മാഹി. മുഗാ സിൽക്കിന് പ്രസിദ്ധമായ സംസ്ഥാനം? അസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലയളവിലാണ്? വർഷകാലം. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി? TC യോഹന്നാൻ. കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം? 1956. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏതു ഭാഗത്തായാണ് കേരളത്തിൻ്റെ സ്ഥാനം? തെക്ക് പടിഞ്ഞാറ്. കേരളത്തിലെ 2ാമത്തെ ജലവൈദ്യുത പദ്ധതി? ചെങ്കുളം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി ഉയർത്തിയ വർഷം? 1978. കേരളത്തിൽ അഭ്രം അഥവാ മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല? തിരുവനന്തപുരം. കായൽ കടലിനോട് ചേരുന്നിടത്തുള്ള താൽക്കാലിക മണൽത്തിട്ടയുടെ പേരെന്ത്? പൊഴി. കർണാടക ഗൃഹനിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള മായിപ്പടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. കേരളത്തിലെവിടെയാണ് സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്? പാറോട്ടുകോണം. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം? പാഠകം. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന വാദ്യോപകരണം? മിഴാവ്. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം? മോഹിനിയാട്ടം. സാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം? പച്ച. ഡോക്ടർ ഓമനക്കുട്ടി കേരളത്തിൽ ഏത് മേഖലയിലാണ് പ്രശസ്തയായത്? കർണാടക സംഗീതം. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത്? റയോൺ. മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കുന്ന പദാർത്ഥം? കുമ്മായം. കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം? ഗാലിയം. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ അഷ്ടക സംവിധാനം കൈവരിച്ച് സ്ഥിരത നേടുന്ന പ്രക്രിയ? രാസബന്ധനം. കാർബൺ, സിലിക്കൺ,
ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറോവിയം. ഇവ ഏത് ഗ്രൂപ്പ് മൂലകങ്ങൾ? 14 ഗ്രൂപ്പ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം? കുറിച്യർ. കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന? ആര്യസമാജം. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി? കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം 1931 നടന്നത് എവിടെ? വടകര. ആറ്റിങ്ങൽ കലാപം നടന്നത്? 1721 ഏപ്രിൽ 15. 2020 57ാമത് മിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പായത്? മന്യ സിംഗ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന പരേഡിൽ പങ്കെടുത്ത ഏക മലയാളി താരം? സാജൻ പ്രകാശ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഫ്രാൻസ്. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമവിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത്? ചിറയൻകീഴ്. കിറു ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി? ചിനാബ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ? പരംസിദ്ധി. എ സോങ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? റസ്കിൻ ബോണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതിനിധാനം ചെയ്യുന്ന അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടി? ഡെമോക്രാറ്റിക് പാർട്ടി. ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന റഫാൽ വിമാനങ്ങളുടെ എണ്ണം? 36. നിലവിലെ അസം മുഖ്യമന്ത്രി? ഹിമന്ത ബിശ്വ ശർമ്മ. 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത്? വിനോദ് ശുക്ല. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ലാക്രിമൽ. കോക്ലിയയിലെ അറകളുടെ എണ്ണം? 3. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം? സെറിബെല്ലം. സാർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ചൈന. റിവറൈൻ രോഗം എന്നറിയപ്പെടുന്നത്? കോളറ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത്? ജയ്പൂർ. ഉപഗ്രഹങ്ങൾ വഴി വാർത്താവിനിമയത്തിനുപയോഗിക്കുന്ന തരംഗങ്ങൾ? മൈക്രോവേവ്. ഘന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത്? ഡ്യൂട്ടീരിയം. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കൂടിയ റേഡിയോ ആക്റ്റീവ് വികിരണം? ആൽഫ.